ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നൈക്കേന്ന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കത് അൺബോക്സ് ചെയ്യാം കേട്ടോ. സോ ഓപ്പൺ ചെയ്യാം. ഇതാണ് കേട്ടോ സാധനങ്ങൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇത് ഫ്രിസ് കൺട്രോൾ കോംപ്ലക്സ് ആണ്. അതായത് നമ്മുടെ ഹെയർ ഒക്കെ ഭയങ്കരമായിട്ട് ഫ്രിസ് ആവുമല്ലോ. അപ്പോൾ ഇത് ആ ഒരു സംഭവമാണ്. ഇത് മിനിമലിസ്റ്റിൻ്റെ ആണ് കേട്ടോ. ഓപ്പൺ ചെയ്യാം. ഡബിൾ പാക്കേജ് ആണ് കേട്ടോ വരുന്നത്. സോ ഇതാണ് നമ്മളുടെ ആ ഒരു ഇതാണ് കേട്ടോ ഫ്രിസ് കൺട്രോൾ കോംപ്ലക്സ് സിറം. ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഒരു 1 to 2 weeks ഞാനിത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് പറയാമേ. ഇനി നമ്മുടെ നെക്സ്റ്റ് വന്നിട്ട് ഫോറസ്റ്റ് എസെൻഷ്യൽ ഞാൻ ഒരുപാട് റിവ്യൂ കേട്ട് മേടിച്ചതാണ്. ഇത് അതിൻ്റെ ബോഡി മിസ്റ്റാണ്. സോ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. ഭയങ്കര ഒരു എന്താ പറയുന്നൊരു പെക്കുലർ സ്മെല്ലാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല സ്മെല്ലാണ്. ടു നൈസ്. നെക്സ്റ്റ് ഇതെനിക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. ഇത് കുങ്കുമാതി നൈറ്റ് ക്രീം. ഇതിൻ്റെ കൂടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണ്. നല്ല മണമാണ്. കുങ്കുമാതി നൈറ്റ് ക്രീം. ഇത് ഞാൻ യൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ ആക്ച്വലി നൈറ്റ് കെയർ വേറെ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. സോ എനിവേ ഞാൻ നോക്കാം. യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് യൂസ് ചെയ്യും. നെക്സ്റ്റ് ഓർഡിനറിയുടെ ഒരുപാട് എന്താ പറയുന്ന റിവ്യൂസും യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടായെന്ന് പറയുന്ന ഒന്നാണ് ഗ്ലൈക്കോളിക് ആസിഡ്. സോ ഇത് വന്നിട്ട് നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ അണ്ടർ ഡാർക്ക്നെസ്സിന് യൂസ് ചെയ്യാം. എൽബോയിലുള്ള കറുപ്പ് മാറാൻ യൂസ് ചെയ്യാം. നമ്മളെ ടാൻ റിമൂവിങ്ങിന് യൂസ് ചെയ്യാം. ഒരു ഓൾ ഇൻ ഓൾ പ്രൊഡക്റ്റാണിത്. സോ ഇത് ഞാൻ ആക്ച്വലി ചെറിയൊരു ബോട്ടിലാണ് മേടിച്ചേക്കുന്നത്, 100 ml. സോ ഇത് ട്രൈ ചെയ്തിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ വലിയ ബോട്ടിൽ നോക്കാം കേട്ടോ. ഇതാണ് സംഭവം. ഇതും ഫോറസ്റ്റ് എസെൻഷ്യലിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റാണ്. ഇത് ആക്ച്വലി ഒരു ഫേസ് വാഷാണ്. ആക്ച്വലി ഇത് എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ്. സോ ഇതൊരു ഫേസ് വാഷാണ്. അപ്പം ഇതും ഞാൻ യൂസ് ചെയ്യാം. ആക്ച്വലി ഫോറസ്റ്റ് എസെൻഷ്യലിൽ ഞാൻ നൈക്കിന്ന് ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ സാധനം മേടിച്ചപ്പം കുറേ സാധനങ്ങൾ എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര സ്മെല്ല് കേട്ടോ. നല്ല ഭയങ്കര കാമിങ് സ്മെല്ലെന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള സ്മെല്ലാണ്. ഇനി ഇത് ഞാൻ നൈക്കിന്ന് വാങ്ങിച്ചതല്ല. ഇത് സേഷ ആയുർവേദിക്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വന്നിട്ട് 40 ഗ്രാമാതിയും ഏലാതിയും തൈലമാണ് കേട്ടോ. ഞാൻ ഫേസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫേസിൽ ഞാൻ ഓയിൽ മസാജ്, അതായത് ഞാൻ മാരേജിന് ഒരു 8 months മുന്നേ തൊട്ടേ ഞാൻ ഈ ഓയിൽസ് രണ്ടും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത് വിചാരിച്ചു, ഇത് വേറെ ഒരു സേഷ ആയുർവേദിക്. ഇതിന് റേറ്റ് കുറച്ച് കൂടുതലുണ്ട്. അതായത് നമ്മൾ മറ്റേതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ് ഈ 2 പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ഞാൻ വാങ്ങിയ വേറൊരു പ്രൊഡക്റ്റും കൂടെ കാണിച്ചാൽ. ഓക്കെ, ഇത് ഈ സേഷയുടെ തന്നെ ലിപ് ബാം ആണ് കേട്ടോ. ഇതാണ് അത് വരുന്നത്. ഞാൻ ആക്ച്വലി ചെറിയൊരു ലിപ്സ്റ്റിക് എൻ്റെ ചുണ്ടിലുണ്ട്, അതുകൊണ്ട് എനിക്കത് യൂസ് ചെയ്യുന്നില്ല. ഞാൻ ആക്ച്വലി ഇത് യൂസ് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ ഇതിനു മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സമേത ആയുർവേദിക്സിൻ്റെ ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇതിപ്പം കട്ടിയാകാണ്. നമ്മളുടെ ചുണ്ടിലിട്ടാലും റെഡിയല്ല, ഭയങ്കര തിക്കാവുകയാണ്. അതുകൊണ്ട് ഞാൻ അതിപ്പം യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പുതിയൊരു ലിപ് ബാം എടുക്കണം. അങ്ങനെയാണ് ഇത് മേടിച്ചത്. നെക്സ്റ്റ് നമുക്ക് നൈക്കി എന്നുള്ള ഒരു പാക്കേജും കൂടെ ഉള്ളൂ. അത് പൊട്ടിക്കാം.
ഇത് ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ ബാത്ത് ഓയിലാണ്, അതായത് കുളി കഴിഞ്ഞിട്ട് നമ്മളെ ദേഹത്ത് പുരട്ടാൻ പറ്റുന്ന എണ്ണ. ഇത് നമുക്ക് നോക്കാം. ഫോറസ്റ്റ് എസെൻഷ്യൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ആക്ച്വലി എൻ്റെ കൂടെ ഡാൻസിന് ഉണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ പറഞ്ഞത് ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ എല്ലാ പ്രോഡക്ട്സും റേറ്റ് ആണെങ്കിലും അടിപൊളിയാണെന്ന്. സോ നല്ല മണമുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ഇതൊക്കെ യൂസ് ചെയ്യാം. മീൻസ് കാരണം ക്വാണ്ടിറ്റി ഭയങ്കര കുറവും റേറ്റ് നല്ല കൂടുതലുമാണ്. അപ്പം നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഡാബ് സ്കിന്നിൽ തന്നെ ചെറുതായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു മിസ്റ്റ് യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഇത് മേടിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ഫേഷ്യൽ ക്ലെൻസർ കിട്ടുന്നുണ്ട്, കാശ്മീരി സാഫ്രോൺ ആൻഡ് നീം. ഇതാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ. അപ്പം ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ട്യൂബ്സ് ആയതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ്ലി ഇപ്പോൾ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു ഫേസ് വാഷിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ പിമ്പിൾസ് വരും, അതാണ് പ്രശ്നം. സോ എന്തായാലും ഞാനത് ട്രൈ ചെയ്യാനായിട്ട് നോക്കാം. ഇതാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഫോറസ്റ്റ് എസെൻഷ്യലിൽ നിന്നുള്ള അടുത്ത പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡോട്ട് ടാങ്കിയുടെ സൺസ്ക്രീൻ ആയിരുന്നു, ടിൻഡഡ് സൺസ്ക്രീൻ ആയിരുന്നു. അത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പം ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് എക്ലിപ്സ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എക്ലിപ്സ്. സോ ഈ ഒരു സൺസ്ക്രീൻ ഇതിന് ടിൻഡഡ് ആയിരുന്നു. ഞാൻ ആക്ച്വലി ആദ്യമേ സെലക്ട് ചെയ്ത് ടിൻഡ് അല്ലായിരുന്നു. പിന്നെ എനിക്ക് ടിൻഡ് അല്ലാത്ത സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാനിത് ടിൻഡഡിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തു. ഇൻറ്റൻസ് ഹൈഡ്രേഷൻ, ഇൻഫ്യൂസ്ഡ് വിച്ച് മിനറൽ റിച്ച് ഹിമാലയൻ സ്പ്രിംഗ് വാട്ടർ, ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ, ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡഡ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഭയങ്കര ഒരുപാട് പേര് നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. സോ ഇതാണ് നമ്മൾ അടുത്ത പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ കുറേ നാൾ കാത്തിരുന്ന് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് ഇൻഡ് വൈൽഡിൻ്റെ ചാർമിങ് ഹെയർ ഓയിൽ. ഇത് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭൃംഗരാശൊക്കെയുള്ള ഹെയർ ഓയിലാണ്, പക്ഷെ തിക്കല്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പം സാധാ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തിക്കായിട്ടുള്ള ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ഫേസിലോട്ടൊക്കെ ആ ഓയിൽ ഇറങ്ങി പിന്നെ ഫേസിൽ ഫുൾ ഓയിലാവുക. പിന്നെ നമുക്ക് സൈനസ് ഉള്ളവർക്ക് എണ്ണ അങ്ങനെ തലയിൽ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചിലരാണെങ്കിൽ ഓയിൽ യൂസ് ചെയ്യത്തില്ല, പക്ഷെ എനിക്ക് ഓയിൽ യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഹെയർ ഓയിലാണ് കേട്ടോ ഇതാണത്. പിന്നെ സ്മെല്ലിനൊക്കെ പറഞ്ഞാൽ അടിപൊളി സ്മെല്ലാന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ. നല്ല ജാസ്മിൻ്റെ സ്മെല്ല്, മുല്ലപ്പൂൻ്റെ ഒക്കെ മണമുണ്ട് കേട്ടോ. മിറാക്കിൾ ഓയിലിംഗ് ട്രീറ്റ്മെൻറ്റ് എന്നാണ്. ആപ്ലിക്കേറ്ററൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ ഈ ഒരു ഹെയർ ഓയിലുണ്ട് കേട്ടോ. ഇതും ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം. ഓക്കെ, അങ്ങനെ അപ്പോൾ നമുക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത്. ബൈ ബൈ.